സോ അടുത്തതാണ് യൂട്രോഫിക്കേഷൻ. സോ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്കിന് നാച്ചുറലായിട്ട് ഏജിങ് സംഭവിക്കുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക്, എങ്ങനെയാണ് ലേക്കിന് ഏജിങ് സംഭവിക്കുന്നത്? ബൈ ന്യൂട്രിയൻ്റ് എൻറിച്ച്മെൻറ്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. ആ ലേക്കിലുള്ള വാട്ടറിൽ ന്യൂട്രിയൻസ് എൻറിച്ച്ഡ് ആവുമ്പോൾ, ന്യൂട്രിയൻസ് വളരെയധികം കൂടുമ്പോൾ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആ ലേക്ക് ഏജ്ഡ് ആവുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക് ബൈ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. ആ ലേക്കിലെ വാട്ടറിൽ ന്യൂട്രിയൻസിൻ്റെ എൻറിച്ച്മെൻറ്റ് കാരണം അത് ലേക്ക് ഏജിങ് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ. സോ യൂട്രോഫിക്കേഷനിൽ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യങ് ലേക്ക്, ഒരു ലേക്കിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് യങ് ലേക്ക് ആയിട്ടുള്ളൂ. സോ ആ യങ് ലേക്കിൻ്റെ സ്റ്റേജിൽ എന്താണെന്ന് വെച്ചാൽ ആ യങ് ലേക്കിലുള്ള വാട്ടർ കുറച്ചും കൂടി കോൾഡായിരിക്കും. സോ യങ് ലേക്കിലെ വാട്ടർ കുറച്ചും കൂടി കോൾഡായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈഫിനെ മാത്രമേ, ആ കോൾഡിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ലൈഫിനെ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ ഒരു യങ് ലേക്കിൽ അടുത്ത വാട്ടറിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് കോൾഡ് വാട്ടർ ആയിരിക്കും. സോ ലിറ്റിൽ ലൈഫ്, അതായത് ലിറ്റിൽ ലിവിങ് ഓർഗാനിസത്തിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞ് കാലക്രമേണ ഈ യങ് ലേക്കിലേക്ക് നമ്മുടെ സ്ട്രീംസിൽ നിന്നൊക്കെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് വന്ന് അവിടെ ഒരുപാട് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ് പോലത്തെ ന്യൂട്രിയൻസുകൾ ഈ സ്ട്രീമിൽ നിന്ന് ഈ യങ് ലേക്കിലേക്ക് കാലക്രമേണ വരുന്നു. സോ ഈ നൈട്രജൻ, ഫോസ്ഫറസ് പോലത്തെ ന്യൂട്രിയൻസുകൾ വന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരുപാട് അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് നടക്കുന്നു. സോ നൈട്രജൻ, ഫോസ്ഫറസ് വരുമ്പോൾ അവിടെ ഗ്രോത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസം, ബിക്കോസ് ന്യൂട്രിയൻസ് വന്നതുകൊണ്ട് കൂടുതൽ അക്വാട്ടിക് ഓർഗാനിസംസിൻ്റെ ഗ്രോത്ത് അവിടെ എൻകറേജ്ഡ് ആവുന്നു. അതിനുശേഷം ഈ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തും കാരണം അവിടെ ലേക്കിൻ്റെ ഫെർട്ടിലിറ്റി കൂടി വരുന്നു. സോ ഫെർട്ടിലിറ്റി കൂടുന്നതിനനുസരിച്ച് അവിടെ പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും ലൈഫ് കൂടുതലായിട്ടുണ്ടാവുന്നുണ്ട്. സോ പ്ലാന്റ് ലൈഫ് ഒരുപാട് അതിൻ്റെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നു ഫെർട്ടിലിറ്റി കൂടുന്നതിനനുസരിച്ച്. അങ്ങനെ പ്ലാന്റ് എനിമൽ ലൈഫ് കൂടിക്കഴിയുമ്പോൾ അവിടെ ഒരുപാട് ഓർഗാനിക് മാറ്ററുകൾ ഉണ്ടാകുന്നു. സോ ആ ഓർഗാനിക് മാറ്ററുകളൊക്കെ ആ ലേക്കിൻ്റെ താഴെ ബോട്ടത്തിൽ ഡെപ്പോസിറ്റഡ് ആവുന്നു. അങ്ങനെ ഒരുപാട് സെഞ്ച്വറീസ് കഴിയുമ്പോൾ അങ്ങനെ ഓർഗാനിക് മാറ്റർ ഡെപ്പോസിറ്റഡ് ആയിട്ട് അവിടെ ഒരുപാട് സിൽറ്റും ഓർഗാനിക് ഡെബ്രിസുകളൊക്കെ കുന്നുകൂടി ആ ലേക്ക് വലുതായി കുറച്ചുകൂടി താഴ്ചയിൽ വന്ന് ഒരുപാട് വാമർ ആവാൻ തുടങ്ങുന്നു. ആ കോൾഡിൽ നിന്ന് അതിൻ്റെ ടെമ്പറേച്ചർ വാമർ ലേക്കായിട്ട് മാറുന്നു. സോ അങ്ങനെ വാം കണ്ടീഷൻ, ലേക്ക് ഷാലോ ആവുമ്പോൾ അവിടെ വാമർ കണ്ടീഷൻ ആവുന്നു. അങ്ങനെ അത് വാമർ കണ്ടീഷൻ ആകുമ്പോൾ അവിടെ ഇതുവരെ കോൾഡ് വാട്ടറിൽ സർവൈവ് ചെയ്തിരുന്ന ഓർഗാനിസം ആണെങ്കിൽ ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വാമറായിട്ടുള്ള ഓർഗാനിസം അവിടെ വരാൻ തുടങ്ങുന്നു. ബിക്കോസ് ആ ലേക്ക് കുറച്ചുകൂടി ഷെയർ ഓവറായിട്ട് താഴ്ച കൂടി കുറച്ചുകൂടി വാമർ ആവാൻ തുടങ്ങി. സോ വാം കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസംസ് അവിടെ കോൾഡ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഓർഗാനിസത്തിനെ സർവൈവ് ചെയ്യുന്നു, അതിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് വരുന്നു. പകരം ഈ വാമർ ഓർഗാനിസംസ് ആണ് അവിടെ ഉണ്ടാവുക. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ അവിടെ മാർഷി പ്ലാന്റ്സുകളൊക്കെ റൂട്ടഡ് ആവുന്നു. അങ്ങനെ മാർഷി പ്ലാന്റ്സുകൾ ഒരുപാട് വലുതായി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ലാർജ് മാസ് ഓഫ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകൾ വരികയും പിന്നീട് ഇത് കൺവേർട്ട് ചെയ്ത് ഒരു ലാൻഡായി മാറുകയും ചെയ്യുന്നു. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ സക്സഷണൽ ഇക്കോളജിക്കൽ സക്സഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഒരു വാട്ടർ കണ്ടീഷനിലാണെങ്കിലും ഡ്രൈ കണ്ടീഷനിലാണെങ്കിലും ഫൈനലി അത് കൺവേർട്ട് ചെയ്യുന്നത് ഒരു മീസിക് കണ്ടീഷൻ, മീഡിയം വാട്ടർ കണ്ടീഷനാണ്. സോ ഇവിടെയും ആ ലാർജ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഈ ലേക്കിൽ നിന്ന് ഫൈനലി അതൊരു ലാൻഡായിട്ട് കൺവേർട്ടഡ് ആവുന്നു. സോ എന്താണ് സംഭവിക്കുന്നത്? ഒരു നാച്ചുറൽ ഏജിങ് ലേക്കിൽ സംഭവിക്കുകയാണ്. അവിടെ ന്യൂട്രിയൻസിൻ്റെ എൻറിച്ച്മെൻറ്റ് കാരണം, വെള്ളത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ എൻറിച്ച്മെൻറ്റ് കാരണം നാച്ചുറൽ ഏജിങ് നടക്കുന്നു. ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യങ് ലേക്കായിരുന്നു, ആ യങ് ലേക്കിലെ വാട്ടർ വളരെ കോൾഡായിരുന്നു, അതുകൊണ്ട് വളരെ കുറച്ച് ലൈഫ് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ കഴിയുമ്പോൾ കാലക്രമേണ ആ ലേക്കിലേക്ക് വാട്ടറൊക്കെ വന്ന് അവിടെ ഒരുപാട് ന്യൂട്രിയൻസ്, നൈട്രജൻ, ഫോസ്ഫറസ് പോലത്തെ ന്യൂട്രിയൻസ് വരുന്നു. സോ യൂട്രോഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു യങ് ലേക്ക്,
ഒരു യങ് ലേക്കിൽ അവിടുത്തെ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി കോൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈഫിന് മാത്രമേ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് കാലക്രമേണ കുറേ കഴിയുമ്പോൾ അവിടെ സ്ട്രീംസിൽ നിന്നൊക്കെ അരുവികളിൽ നിന്നൊക്കെ വാട്ടർ ഡ്രെയിൻ ചെയ്ത് നമ്മുടെ ലേക്കിലെത്തുകയും അതോടൊപ്പം തന്നെ ആ വാട്ടറിലൂടെ സ്ട്രീംസിൽ നിന്ന് നൈട്രജൻ ഫോസ്ഫറസ് പോലത്തെ ന്യൂട്രിയൻസും ലഭിക്കുന്നു. ഈ നൈട്രജൻ ഫോസ്ഫറസ് പോലത്തെ ന്യൂട്രിയൻസ് ലഭിക്കുന്നതുകൊണ്ട് പിന്നീട് ആ ലേക്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നു. ഈ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായത് ശേഷം ആ ലേക്കിൻ്റെ ഫെർട്ടിലിറ്റി കൂടാൻ തുടങ്ങുന്നു. അങ്ങനെ ഫെർട്ടിലിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്ലാന്റ് എനിമൽ ലൈഫ് ഒരുപാട് സപ്പോർട്ടഡ് ആവുന്നു. അങ്ങനെ ഓർഗാനിക് ഫോമുകൾ, ഓർഗാനിക് റിമൈനിങ്സുകൾ അവിടെ ഉണ്ടായി. ആ ലേക്കിൻ്റെ ബോട്ടത്തിൽ ഒരുപാട് ഓർഗാനിക് റിമൈനിങ്സുകൾ ഡെപ്പോസിറ്റഡ് ആവുന്നു. അങ്ങനെ ഫുൾ സെറ്റിൽ ഡൗൺ ആവുന്നു ആ ലേക്കിൻ്റെ താഴെ ബോട്ടത്തിൽ. പിന്നെയും ഒരുപാട് സെഞ്ചുറീസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറഞ്ഞ സിൽറ്റ് ഓർഗാനിക് ഡെബ്രീസുകളൊക്കെ വന്ന് അതിങ്ങനെ കുന്നുകൂടി ലേക്ക് ഷാലോറായി താഴ്ച കൂടി ലേക്ക് എന്തായിട്ട് പോകുന്നു? കുറച്ചുകൂടി ഷാലോവർ ആവുന്നു, പിന്നെയും ഷാലോവർ ആവുന്നു. അങ്ങനെ അത് കുറച്ചുകൂടി വാമർ കണ്ടീഷനിലേക്ക് എത്തുന്നു. സോ ഇതുവരെ ഉണ്ടായിരുന്ന ആ കോൾഡ് വാട്ടറിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, പകരം വെച്ചുകൊണ്ട് വാമർ ഓർഗാനിസംസ് ഉണ്ടാവുന്നു. ആ വാമർ ഓർഗാനിസംസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുന്നു ഈ ലേക്ക് ഷാലോവറായി വാമറാവുമ്പോൾ. പിന്നീട് അവിടെ മാർഷി പ്ലാന്റ്സുകൾ വന്ന് അവരുടെ റൂട്ട് ഫിക്സ് ചെയ്ത് ഒരുപാട് വളരുന്നു. അതിനുശേഷം ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലാർജ് മാസ് ഓഫ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകൾ വരികയും ഫ്ലോട്ടിംഗ് പ്ലാന്റ്സുകൾ വന്ന് ഫൈനലി അത് ഒരു ലാൻഡായിട്ട് കൺവേർട്ടഡ് ആവുകയും ചെയ്യുന്നു. സോ ഒരു മ്യൂസിക് കണ്ടീഷനിലേക്ക് അത് എത്തുന്നു. ലേക്കിൽ നിന്ന് ഒരു ലാൻഡ് ഫോമിലേക്ക് അത് കൺവേർട്ടഡ് ആവുന്നു. സോ അതെന്താ? നമ്മൾ ഏജിങ് ആണ് നടക്കുന്നത്. സോ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ക്ലൈമറ്റ്, അവിടെയുള്ള ആ ലേക്കിൻ്റെ ഉള്ള ക്ലൈമറ്റ്, അതുപോലെ ആ ലേക്കിൻ്റെ സൈസ്, അതുപോലെ മറ്റ് ഫാക്ടേഴ്സൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഏജിങ് ഓഫ് എ ലേക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു നാച്ചുറൽ ഏജിങ് നടക്കണമെങ്കിൽ ഒരു 1000s of years എങ്കിലും എടുക്കും. സോ നാച്ചുറൽ ഏജിങ്ങിന് ഒരു 1000s of years ഒരു ഡ്യൂറേഷൻ എങ്കിലും ഉണ്ടായിരിക്കും. സോ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ലേക്കിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതുപോലെ മറ്റു പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നാച്ചുറൽ ഏജിങ് നടക്കുന്നത്. സോ ഇങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ ഏജിങ് ഓഫ് എ ലേക്ക് ആക്സലറേറ്റഡ് ആയിട്ടും നടക്കാറുണ്ട്. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പൊല്യൂട്ടൻസ് വരികയാണ്, ഇത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണെങ്കിൽ പൊല്യൂട്ടൻസ് വരികയാണെങ്കിൽ അത് മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് മൂലം ഈ പൊല്യൂട്ടൻസ് അവിടെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഫ്ലുവൻസ് ഒക്കെ ഹോമിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ വരുന്ന എഫ്ലുവൻസുകൾ ഈ ലേക്കിൽ വന്ന് വീഴാനിടയായാൽ, ആ ലേക്കിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റാഡിക്കലായിട്ട് തന്നെ ലേക്കിന് ഏജിങ് സംഭവിക്കുന്നു. അങ്ങനെയുള്ള ഏജിങ്ങിനെ പറയുന്നത് കൾച്ചറൽ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. കൾച്ചറൽ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. സോ നാച്ചുറൽ ഏജിങ് ഓഫ് എ ലേക്ക്, നാച്ചുറൽ ആയിട്ട് ലേക്കിന് ഏജിങ് നടക്കുമ്പോൾ ബൈ ന്യൂട്രിയൻ്റ് എൻറിച്ച്മെൻറ്റ് കാരണം ആ വെള്ളത്തിലുള്ളത്, അപ്പോഴാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലൈമറ്റ്, അതുപോലെ സൈസ് ഓഫ് ദ ലേക്ക്, ആൻഡ് ഇതിന് ഒരുപാട് 1000s of years വരെ എടുത്തിട്ടാണ് നാച്ചുറൽ ഏജിങ് നടക്കുന്നത്. ഇനി കൾച്ചറൽ ആൻഡ് ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് കാരണം പൊല്യൂട്ടൻസ്, നമ്മുടെ എഫ്ലുവൻസ് ഇൻഡസ്ട്രിയിൽ നിന്നും ഹോമിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ സീവേജ് അവിടെ നിന്നൊക്കെ വരുന്ന എഫ്ലുവൻസിൽ നിന്ന് അല്ലെങ്കിൽ ആ പൊല്യൂട്ടൻസ് മൂലം ലേക്കിൽ ഈ പറഞ്ഞ ഏജിങ് നടക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. ഇത് നാച്ചുറൽ, ഇതാണ് ഈ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് മൂലം പൊല്യൂട്ടൻസ് വന്നുകൊണ്ട് ഉണ്ടാകുന്ന യൂട്രോഫിക്കേഷനാണ് കൾച്ചറൽ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. ഇനി നമ്മുടെ ഒരുപാട് പാസ്റ്റ് സെഞ്ച്വറിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ള ഒരുപാട് ലേക്കുകൾ ഇതുപോലെ വളരെ സീരിയസ് ആയിട്ട് തന്നെ യൂട്രോഫിക്കൈഡുണ്ട്. സോ യൂട്രോഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ ഭൂമിയിലെ പല സ്ഥലങ്ങളിലുള്ള പല ഭാഗങ്ങളിലുള്ള ലേക്കുകൾക്കും ഇങ്ങനെ യൂട്രോഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ത്രൂ സീവേജ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ അങ്ങനത്തെ വേസ്റ്റുകൾ മൂലം ഒരുപാട് യൂട്രോഫിക്കേഷൻ നടന്നിട്ടുണ്ട്. പല ലേക്കുകൾക്ക്, നമ്മുടെ ഭൂമിയിലെ പല പാർട്സിലുള്ള ഈ ലേക്കുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ലേക്കുകളിലും വരുന്ന പ്രൈമറി കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളുമാണ്.
സോ പ്രൈമറി കണ്ടാമിനൻസ് ഈ പറഞ്ഞ ലേക്കുകളിലൊക്കെ വരുന്ന മെയിനായിട്ട് കാണുന്നത് എന്താണ്? നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളാണ്. ആക്ച്വലി അതെന്താണ്? ഒരു പ്ലാന്റ് ന്യൂട്രിയൻ്റ് ആണ്. ഈ നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളും ആക്ട് ആസ് എ പ്ലാന്റ് ന്യൂട്രിയൻ്റ് ആണ്. സോ ആദ്യത്തെ കണ്ടാമിനൻ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടാമിനൻ്റ് പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ഈ നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളാണ്. അങ്ങനെ നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളും ഈ ലേക്കിൽ ഒരുപാട് എക്യുമുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിച്ചു എന്താ? ആൽഗയുടെ ഗ്രോത്ത് കൂടാവുന്നുണ്ട്. ഗ്രോത്ത് ഓഫ് ആൽഗെ വന്ന് അതങ്ങനെ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് ആ ലേക്കിന് ഭയങ്കര അൺപ്ലസൻ്റായിട്ട് ഒട്ടും തന്നെ നല്ലതല്ലാത്ത പ്ലസൻ്റ് അല്ലാത്ത ഒരു സ്മെല്ല് വരാനും നമുക്ക് കാണാൻ പറ്റാത്ത അത്ര ഒരു ഡേർട്ടി ഒരു ഫിലിം പോലെ ആ ലേക്കിൻ്റെ ഇത് കാണും. അതുപോലെ തന്നെ ആ ലേക്കിലുള്ള ഡിസോൾഡ് ഓക്സിജനും ഈ ആൽഗയുടെ ഗ്രോത്ത് കാരണം കുറയുന്നു. സോ പ്രൈമറി കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ സീവേജ് അവിടെ നിന്നൊക്കെ വന്ന് ലേക്കിൽ വന്ന് യൂട്രിഫിക്കേഷൻ വഴി ഉണ്ടാകുന്ന പ്രൈമറി കണ്ടാമിനൻ്റ് നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളാണ്. ഈ നൈട്രേറ്റുകളും ഫോസ്ഫേറ്റുകളും എക്യുമുലേറ്റ് ചെയ്ത് അവിടെ ആൽഗൽ ബ്ലൂം പോലെ ആൽഗയുടെ ഗ്രോത്ത് ഒരുപാടുണ്ടായി അവിടെ ആ ലേക്കിന് അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഓർഡർ അല്ലെങ്കിൽ ആ ലേക്കിൻ്റെ ആ സർഫസിലൊക്കെ ഒരു ഡേർട്ടി ഫിലിം പോലെ കട്ടി പിടിച്ചുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കും. വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും. അതുപോലെ ആ ലേക്കിലുള്ള ഡിസോൾഡ് ഓക്സിജന് മുഴുവൻ ഈ ആൽഗെ കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഡിസോൾഡ് ഓക്സിജൻ്റെ കുറവ് മൂലം അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. സോ മറ്റ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ലേക്കിൽ കാണപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് പോയ്സൺസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പോയ്സണസ് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ലേക്കിൽ മറ്റു പൊല്യൂട്ടൻസ് വരികയാണെങ്കിൽ ആ ലേക്കിൽ ഫിഷിൻ്റെ ഗ്രോത്തിൻ്റെ പോപ്പുലേഷനെ അത് എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഫിഷിൻ്റെ ആ ഡികമ്പോസിഷൻ വഴി അപ്പോഴും എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ വാട്ടറിൻ്റെ ആ ഡികമ്പോസിഷൻ പ്രോസസ്സിലൂടെ അവിടുത്തെ ഡിസോൾഡ് ഓക്സിജൻ കണ്ടൻറ്റ് ഒരുപാട് കുറയാൻ തുടങ്ങുന്നു. ഫൈനലി എന്ത് സംഭവിക്കുന്നു? അൾട്ടിമേറ്റ്ലി ലിറ്ററലി പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ ആ ഒരു ലേക്ക് ശരിക്കും പറയുന്നത് ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി അതിൻ്റെ ഒരു മരണത്തിലേക്ക് എത്തുന്നു. സോ അൾട്ടിമേറ്റ്ലി ദ ലേക്ക് ചോക്ക് ടു ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേക്ക് ശ്വാസം മുട്ടി വീർപ്പ് മുട്ടി അതിന് മരണം സംഭവിക്കുന്നു എന്നർത്ഥം. ബിക്കോസ് ആ ലേക്കിലെ എല്ലാ വൈറ്റൽ ആയിട്ടുള്ള ഡിസോൾഡ് ഓക്സിജൻസിൻ്റെ കണ്ടൻറ്റ് കുറയുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ ഓർഗാനിസംസ് വളർന്ന് ആ ലേക്ക് ഉപയോഗശൂന്യമല്ലാതെ മാറുന്നു. അങ്ങനെ അത് നാച്ചുറൽ ഏജിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നു. സോ അതുപോലെ വേറെ ഒരു പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ഹീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ. സോ ഹീറ്റഡ് വേസ്റ്റ് വാട്ടറുകൾ നമുക്ക് കിട്ടുന്നത് എനർജി ജനറേറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് എവിടെയാണ് എനർജി ജനറേറ്റ് ചെയ്യുന്ന തെർമൽ പവർ പ്ലാന്റ് നമ്മൾ പറയുന്നത് താപവൈദ്യുത നിലയങ്ങളിൽ. സോ താപവൈദ്യുത നിലയങ്ങളിൽ തെർമൽ പവർ പ്ലാന്റുകളിൽ ഒരുപാട് ഹീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഹീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറുകൾ ഇതുപോലെ ലേക്കിലേക്ക് വരുമ്പോൾ അതും ഒരു പൊല്യൂട്ടൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. സോ തെർമൽ വേസ്റ്റ് വാട്ടർ എന്ത് ചെയ്യുന്നു? എന്താണ് തെർമൽ വേസ്റ്റ് വാട്ടർ മൂലം റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് സെൻസിറ്റീവ് ടു ഹൈ ടെമ്പറേച്ചർ. സോ ആ ലേക്കിലുള്ള പല ഓർഗാനിസംസും എങ്ങനത്തെ ഓർഗാനിസം? ദ ഓർഗാനിസംസ് സെൻസിറ്റീവ് ടു ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിന് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറയ്ക്കുന്നു. ഈ തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന ഹീറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടറുകൾ ഈ ലേക്കിൽ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൽ എത്തുമ്പോൾ ആ വാട്ടർ ബോഡീസിൽ ഹൈ ടെമ്പറേച്ചറിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറയുന്നു. അതുപോലെ തന്നെ ദേ ഡാമേജ് ടു ദ ഇൻഡിജീനസ് ഫ്ലോറ ആൻഡ് ഫോണ. അവിടെയുള്ള ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ലേക്കിലുണ്ടായിരുന്ന അവിടത്തേതായിട്ടുള്ള ലോക്കലായിട്ടുള്ള ഇൻഡിജീനസ് ആയിട്ടുള്ള ഫ്ലോറേനെയും ഫോണേനെയും നശിപ്പിക്കുകയും എക്സ്ട്രീംലി കോൾഡ് ഏരിയാസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സും ഫിഷും അവിടെ ഉണ്ടാവാൻ തുടങ്ങുന്നു. പക്ഷേ എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഫിഷ് അല്ലെങ്കിൽ പ്ലാന്റ്സ് പോലത്തെ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നത് ഓൺലി ആഫ്റ്റർ അവിടെയുള്ള ഇൻഡിജീനസ് ഫ്ലോറ ആൻഡ് ഫോണയ്ക്ക് ഡാമേജ് വന്നതിന് ശേഷമായിരിക്കും. സോ ഈ പറഞ്ഞ യൂട്രോഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കൾച്ചറൽ അല്ലെങ്കിൽ ആക്സലറേറ്റഡ് ആയിട്ടുള്ള യൂട്രോഫിക്കേഷൻ ഏത് തന്നെയായാലും അവിടുത്തെ ലേക്ക് ഫൈനലി നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തായിട്ട് ഒരു ഡെത്തിലേക്കാണ് ആ ലേക്കിന് മരണം സംഭവിക്കുകയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിന് ഏജിങ് എന്ന് പറയുന്നത്. സോ ന്യൂട്രിയൻസിൻ്റെ എൻറിച്ച്മെൻറ്റ് പ്രകാരം എന്തുകൊണ്ടാണ് ഇത്
ഈ പറഞ്ഞ ഡെത്തിലേക്ക് ലീഡ് ചെയ്യണേന്ന് നമ്മളിപ്പോൾ കണ്ടു. ഇതുപോലെ ഏതൊക്കെ ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസ് ആണ് ഈ ലേക്കിനെ യൂട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് ആക്കി മാറ്റുക, അല്ലെങ്കിൽ നാച്ചുറൽ ഏജിങ്ങിലേക്ക് ആക്കി മാറ്റുന്നതെന്ന് നമ്മൾ കണ്ടു. സോ നമ്മുടെ ഈ പറഞ്ഞ വാട്ടർ ബോഡീസൊക്കെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് പൊല്യൂട്ടൻസ് വഴി പൊല്യൂട്ട് ചെയ്ത് യൂട്രോഫിക്കേഷൻ അഥവാ ഏജിങ് സംഭവിക്കുന്നു.